റൈറ്റ്, അതാണ് അതിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മലപ്പുറം മുൻ SP സുജിത് ദാസുമായുള്ള പുതിയ ഫോൺ സംഭാഷണം അൻവർ പുറത്തുവിട്ടു. താനൂർ കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ട സംഭാഷണമാണ് PV അൻവർ MLA പുറത്തുവിട്ടത്. ആൾക്കാർ കാണിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതാന്ന് വിചാരിച്ചു, തെറ്റിദ്ധരിച്ചു. പക്ഷെ ഉള്ളിൽ പോയ കാര്യം കൂടെയുള്ളവരും കണ്ടില്ല. അപ്പൊ ഇവരാരോടും പറഞ്ഞുമില്ല. അപ്പം ഇവര് ഒരു ഇങ്ങനെ ഇതേ അവസ്ഥയിൽ ഒരു 4 മണിക്കൂർ അവര് സ്റ്റേഷനിലിരുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾക്ക് സാമാന്യ ബോധത്തിൽ ഇവൻ വിഴുങ്ങിയിട്ടുണ്ടെന്ന് അപ്പൊ അത് അറിഞ്ഞില്ല. ഇവൻ കൂടെയുള്ളവരോടും പറഞ്ഞിട്ടില്ല അകത്ത് ഈ സാധനം പോയിട്ടുണ്ടെന്ന്. പിന്നെ ഇത് കൊളാപ്സ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് എന്തോ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് അവർ കൊണ്ടുവന്നത്. അപ്പം വരാനുള്ളത് വഴി തങ്ങില്ലെന്ന് പറഞ്ഞ പോലെ അങ്ങനെ സംഭവിച്ചു. അപ്പൊ നമ്മുടെ നല്ല കാലമോ റിട്ടയർ, എന്തായാലും നമ്മൾ സെൽഫിഷായി മാറുന്നൊന്നുമില്ല. ഞങ്ങൾ ആ സമയത്ത് ടോമിൻ തച്ചങ്കരി സാറിന്റെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ആയിരുന്നു എവിടെ, തിരുവനന്തപുരത്ത്. അപ്പൊ ഞാനും എന്റെ ഒരു ഷഹൻഷാ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂരുകാരൻ പയ്യനുണ്ട്, അവൻ 21 ബാച്ചാ. അവൻ താനൂർ SHO ആയിട്ട് ഞാൻ ചാർജ് കൊടുത്തിരിക്കുക. അപ്പൊ അവന് അവിടെ ഉണ്ടായിരുന്ന ഉറപ്പായിട്ട് കേസിൽ പ്രതിയായി പോയനെ. അപ്പൊ എന്തോ അവന്റെ വാപ്പ ഉമ്മയൊക്കെ ചെയ്ത പുണ്യം ആയിരിക്കാം. അവനും അന്ന് ആ തച്ചങ്കരി സാറിന്റെ ഫംഗ്ഷന് തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. ഇപ്പൊ അവൻ തലശ്ശേരി ASP ആയി. ജനുവരി 1-ന് SP ആവും. കേസിൽ ബുക്ക് ചെയ്യപ്പെട്ട പോലീസുകാരൊക്കെ സ്ഥിതി എന്താണ് യഥാർത്ഥത്തില്? ഹലോ, പോലീസുകാര് ബുക്ക് ചെയ്ത കേസിൽപ്പെട്ട ഹലോ അവർക്കെല്ലാം ജാമ്യം കിട്ടി. അല്ല, എന്താണ് ചാർജ് ഷീറ്റിൽ അവരെ സിറ്റുവേഷൻ എന്താണ്? ചാർജ് ഷീറ്റ് ആയിട്ടില്ല, അവരിപ്പോഴും അന്വേഷണത്തിൽ തന്നെയാണ്. ഞാൻ വീണ്ടും ഒരു സഹോദര സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ MLA ചോദിക്കുകയാണ്. ഞാൻ എന്റെ ഒരു 5 മിനിറ്റ് ഒന്ന് കേൾക്കണം. എന്റെ മാനസികാവസ്ഥ എങ്ങനെ ആയതുകൊണ്ടാണ്. ഇപ്പൊ ഇമോഷന് ഫുൾ ഇൻ ആൻഡ് ഔട്ട് അറിയുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻസിന്റെ ആവശ്യമില്ല. ഞാൻ കഴിഞ്ഞ August 1 തൊട്ടിട്ട് ഞാൻ മറ്റൊരു മാനസികാവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കസ്റ്റഡിയുടെ കാരണം. അപ്പം ഞാൻ ആകെ ഒരു തകർന്ന തരിപ്പണമായി നിന്ന് ഞാൻ ഇപ്പൊ എനിക്ക് ആ ജില്ലയിലോട്ട് ഇപ്പൊ വണ്ടി കൊണ്ട് പാസ് ചെയ്യാൻ പോലും പേടിയാണ്. എന്റെ മെന്റൽ അവസ്ഥ ഞാൻ പറയുന്നത് കേട്ടോ. ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോലും എനിക്ക് ഞാൻ ഇല്ല എന്ന് പറയുന്നത് എനിക്കൊന്നും തോന്നരുത്. കാരണം എനിക്ക് ഒരു മനസ്സിനുള്ളിലൊരു ഭയം, എന്റെ 1.5 വയസ്സുള്ള കൊച്ചിനെ പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. അപ്പം ആ ജില്ലയിലേക്ക് ഒന്ന് മനസ്സുകൊണ്ട് പോലും, ആരെയും ഭയന്നിട്ടൊന്നുമല്ല, മനസ്സുകൊണ്ട് ഞാൻ തയ്യാറല്ല. അത്രയ്ക്കും എനിക്കൊരു ഡിസ്റ്റർബൻസ് തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ടോട്ടലി നെഗറ്റീവായിട്ടിരിക്കുമ്പോൾ ഞാൻ അത്രയും മാറി നിന്ന് 8 മാസം കഴിയുമ്പോഴും കഴിഞ്ഞ് ഇപ്പൊ ഒരു 9-10 മാസമായി അവിടെ പോകുന്നുണ്ട്. വീണ്ടും ഇതിന്റെ ശരിയോ തെറ്റോ നന്മയോ തിന്മയോ അല്ല, വീണ്ടും വലിച്ചടിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായി, ഇന്ന് ഞാൻ ഉറങ്ങിയിട്ടില്ല ലിറ്ററലി പറഞ്ഞാൽ. അതിനകത്ത് മറ്റു വികാരങ്ങളല്ല, എനിക്ക് എത്രത്തോളം എന്തെല്ലാം മനസ്സിലാക്കുന്ന എനിക്ക് അറിയത്തില്ല. എനിക്ക് ഭയങ്കര ഡിസ്റ്റർബിങ്. ഇന്ന് ഞാൻ ശരിക്കും ഒരു ജോലിയും എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് എന്റെ ഒരു പ്രശ്നം. അപ്പം ഇപ്പം മറ്റൊരു കുറ്റവാളിയായ ഒരു പോലീസുകാരൻ കൊടുക്കുന്ന പരാതിയെ ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. പക്ഷെ അത് MLA പോലെ ഒരു വലിയൊരാള് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നു. അത് എന്റെ ചിന്തകളുടെ പ്രശ്നങ്ങളും എന്റെ മാനസികാവസ്ഥയുടെ പ്രശ്നങ്ങളാണ്. അപ്പം MLA അതിന് നമ്മളൊരു 25-30 വർഷമെങ്കിലും എന്നെ പോലെയുള്ളവനെ DIG IG ആയിട്ടൊക്കെ സഹിച്ചേ പറ്റും നിങ്ങളുടെ കീഴില്. അപ്പം ആ ഒരു ബന്ധത്തിന്റെ പേരിലെങ്കിലും MLA എനിക്ക് വേണ്ടി, എനിക്കറിയാം ശശിയോട് ഒരു ദേഷ്യം നിങ്ങളുടെ ഒരു MLA എന്നുള്ള ഒരു രീതിയിൽ, ആദ്യത്തെ അനുഭവം എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുണ്ടാവാം. അത് എങ്ങനെയെങ്കിലും പൊക്കോട്ടെ, പക്ഷെ എന്നെ ഒന്ന് ഒഴിവാക്കണം. കാരണം ഞാനൊന്ന് മാനസികമായിട്ടൊന്ന് സമാധാനത്തോടെ ഒന്ന് ജീവിച്ചോട്ടെ എന്നുള്ള ഒരൊറ്റ സാധനമാണ് അത് എന്ന് ഞാൻ MLAയോട് ഒരു കടപ്പാടുണ്ട്. താൻ കൊല്ലപ്പെട്ടേക്കാമെന്നും എന്നാൽ തെളിവുകളെല്ലാം രേഖപ്പെടുത്തുമെന്നും അൻവർ പറയുകയുണ്ടായി. അനുമോദ്, ഇത്തരത്തിൽ ഈ വിപുലമായിട്ടുള്ള ആരോപണങ്ങൾ അത് പല ADGPക്കെതിരെ ഉണ്ട്. സുജിത് ദാസിന്റെ ഓഡിയോ സംഭാഷണമുണ്ട്. ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളിൽ ആഞ്ഞടിച്ച് ഇടഞ്ഞു നിൽക്കുമ്പോൾ PV അൻവർ MLA പറയുന്നത്, ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടായിരിക്കാം ഇത്രയും വിപുലമായിട്ടുള്ള വിഷയങ്ങളിൽ ഇന്ന് അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ തയ്യാറായത്? എൽദോ, നമുക്കിത് കൃത്യമായിട്ട് ഇത്തരത്തിൽ വിലയിരുത്താൻ സാധിക്കും. ഒന്ന്, P ശശി എന്നാൽ നമുക്കറിയാം ഇടതുപക്ഷത്തിൻ്റെ CPMന്റെ ഏറ്റവും ശക്തനായ നേതാവാണ്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് വെച്ചാൽ ഭരണം നിയന്ത്രിക്കുന്ന ആൾ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ
പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിക്കെതിരെ ഇത്രയും വലിയൊരു ആക്ഷേപം ഉന്നയിക്കുകയാണെങ്കിൽ അത് പാർട്ടി എത്രമാത്രം അനുവദിക്കുമെന്ന ചോദ്യമാണ് ഉയർന്നത്. ഇപ്പോൾ തന്നെ നിലവിൽ തന്നെ നമ്മൾ ജില്ലാ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരാരും തന്നെ അൻവർ ഉമ്മന്റെ ഈ നടപടിയുമായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നവരല്ല. അത്തരത്തിൽ ഒരു ആക്ഷേപം പാർട്ടിക്ക് വലിയ തോതിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അൻവർ നിയന്ത്രണങ്ങൾക്ക് വിധേയമല്ലാതെയാണ് പ്രവർത്തിക്കുന്നതെന്ന്. അദ്ദേഹം ഒരു സ്വതന്ത്ര MLA ആണ് എന്നായിരുന്നു ഒരു ഉന്നത നേതാവായ ഇടതുപക്ഷത്തിൻ്റെ ഉന്നത നേതാവ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമുക്ക് അദ്ദേഹം പാർട്ടിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഒരുപക്ഷെ അൻവർ ഏറെ വൈകാതെ തന്നെ ഈ മുന്നണിയുടെ ഭാഗമല്ലാതെയാകും എന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഒരു സാധ്യതകൾ അതും ഇപ്പോൾ പരിശോധിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിൽ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, അരീക്കോട്ടെ വിഷയമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അരീക്കോട്ടെ പാർട്ടി പ്രവർത്തകരുടെ പ്രശ്നമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആ ഓരോ മേഖലകൾ കേന്ദ്രീകരിച്ച് പാർട്ടി പ്രവർത്തകർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ഉന്നയിച്ചത് അതിൻ്റെ പേരിലാണ് താൻ പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് എന്ന തരത്തിലൊരു പ്രതീതി തീർത്ത് അത്തരത്തിൽ സ്വന്തം നിലയിൽ അണികളെ ശക്തരാക്കാൻ, സ്വന്തം നിലയിൽ അണികളെ ഉണ്ടാക്കുക എന്നുള്ള ഒരു നീക്കം തന്നെയാകാം ഒരുപക്ഷെ അൻവറിൻ്റെ പിന്നിൽ. അതായത് ഇനിയും സമയമേറെയുണ്ട്, 2 വർഷത്തോളം ഉണ്ട് ബാക്കി തെരഞ്ഞെടുപ്പിനെങ്കിൽ പോലും അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ പാർട്ടിയുടെ പിന്തുണയില്ലാതെ അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുകയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഭാഗമായിട്ട് മത്സരിക്കുകയോ ചെയ്യുന്നതിൻ്റെ സാധ്യത വിദൂരമായിട്ടെങ്കിലും തള്ളിക്കളയാനാകുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ സ്വന്തമായിട്ടൊരു അണികളെ ഉണ്ടാക്കി തനിക്ക് എവിടെ നിന്നാലും മത്സരിച്ച് ജയിക്കാൻ കഴിയുന്ന തരത്തിലൊരു സാഹചര്യം തീർക്കുക എന്ന വലിയ ഒരു ലക്ഷ്യവും ഒരുപക്ഷെ അൻവറിൻ്റെ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പിന്നിലുണ്ടാകുക. കാരണം അൻവർ എപ്പോഴും പറയുന്നത് പാർട്ടി പ്രവർത്തകരെ സംരക്ഷിക്കണം എന്നുള്ളതാണ്. അതായത് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയാണ് താൻ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ആളില്ലാത്ത അവസ്ഥ പോലീസിൻ്റെ ഈ നടപടികൾ കാരണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സാധാരണക്കാർക്കൊപ്പം പാർട്ടി പ്രവർത്തകർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് താൻ എന്ന തരത്തിലുള്ള സന്ദേശം അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് പരമാവധി പങ്കുവെച്ചുകൊണ്ട് പാർട്ടിയിൽ നിന്ന് മുന്നണിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നാലും ഒറ്റയ്ക്ക് നിന്ന് പോരാടാനുള്ള ഒരു ആർജവം അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാനുള്ള ഒരു സാഹചര്യം തീർത്ത് അതിൻ്റെ നടപടികളുടെ തുടക്കമായിട്ട് വലിയൊരു രാഷ്ട്രീയ നീക്കത്തിന് തുടക്കമായിട്ട് വേണം ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങളെ നമുക്ക് വിലയിരുത്താൻ. അതൊരു വിദൂരമായിട്ടുള്ള സാധ്യത മാത്രമാണ്, പക്ഷേ രാഷ്ട്രീയത്തിലൊന്നും അസാധ്യമായിട്ടുള്ളതല്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള അത്തരം കാര്യങ്ങളും നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അത് ഈ ഒരു ആരോപണങ്ങൾ ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, P ശശിക്കെതിരെ ADGPക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നമുക്ക് പിന്നെയും അതിൻ്റെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി അൻവറിൻ്റെ വ്യക്തിപരമായ ആക്ഷേപമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ജനങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലോ അദ്ദേഹം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ആക്ഷേപമാണെന്ന് പറയാം. പക്ഷേ P ശശിക്കെതിരെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവിനെതിരെ അദ്ദേഹം ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ അതിന് രാഷ്ട്രീയമായിട്ടുള്ള പല കാര്യങ്ങളും കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ട് എന്നതിൻ്റെ നിന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് വിലയിരുത്തുക. ഉറപ്പായും അതാണ് ഒരു പ്രധാനപ്പെട്ട